നസ്രം ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായതോടെ ഈ ലോകം അവസാനിക്കും എന്ന് കരുതുന്നയാളല്ല ഞാൻ. ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചത് തെറ്റാണ്, അത് അവസാനിപ്പിക്കേണ്ടതാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ബോബി ചെമ്മണ്ണൂരിന് ദീർഘകാലം ജയിലിൽ അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിനേക്കാൾ വലിയ കുറ്റക്കാരും കുറ്റവാളികളും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടിയാൽ പോലും അത്ഭുതപ്പെടില്ല, ആശങ്കപ്പെടില്ല. എന്നാൽ ഈ അറസ്റ്റിന് മറ്റു ചില പ്രാധാന്യമുണ്ട്. ബോബി ചെമ്മണ്ണൂരിന് ഭൂലോക ഫ്രോഡിൻ്റെ മുഖാവരണം നീക്കപ്പെടുകയാണ്. ഈ അറസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി അതാണ്. ഈ നാട്ടിൽ പണമുള്ളവർക്കെതിരെ വാർത്തകൾ വരുന്ന രീതിയില്ല. ഈ നാട്ടിൽ പണമുള്ളവർക്കെതിരെ FIR ഇട്ടാലും അവരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയില്ല. ഈ നാട്ടിൽ സ്വാധീനമുള്ളവർ ഒരിക്കലും അറസ്റ്റ് ചെയ്യപ്പെടുകയില്ല. അവരുടെ ക്രിമിനൽ പ്രവൃത്തികൾ ലോകമറിയുകയില്ല. ആ ഒരു പ്രത്യേക പ്രിവിലേജ് പട്ടികയിൽപ്പെട്ട ആളാണ് ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂരിനെ പണ്ടേ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, പണ്ടേ ജയിലിൽ അടയ്ക്കേണ്ടതാണ്, തട്ടിപ്പിനും വെട്ടിപ്പിനും വഞ്ചനയ്ക്കും. പക്ഷെ അത് പോലീസ് ചെയ്തില്ല. ഈ ഒരു മുഖാവരണം മാറിയതോടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ തട്ടിപ്പിന് അറുതി വരാനുള്ള സാധ്യതയുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ വാർത്ത വരാത്തതുകൊണ്ടും അയാൾ ഒരു നന്മമരമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് കൊണ്ടുമാണ് വാസ്തവത്തിൽ അയാൾക്ക് ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ കഴിയുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് അറുതി വരുത്താൻ ഈ അറസ്റ്റ് വഴി സാധിക്കും. ഇനി ബോബി ചെമ്മണ്ണൂറുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കാതിരിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയാതെ വരും. കഴിഞ്ഞ കുറേ കാലമായി ബോബി ചെമ്മണ്ണൂർ ഒരു ഫ്രോഡാണ്, അയാളുടെ തട്ടിപ്പിൽ പെട്ടുപോകരുതേ എന്ന് സാധാരണ മനുഷ്യർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നൊരു മാധ്യമ സ്ഥാപനമാണ് മറുനാടൻ. ഒരുപാട് തെളിവുകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഒടുവിൽ അയാൾ മറുനാടനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നു. തെളിവുകളുമായി മറുനാടൻ ഓഫീസിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു. മറുനാടൻ കാത്തിരുന്നു. അയാൾ പറഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ കാത്തിരുന്നു. ലൈവ് സംപ്രേഷണവുമായി അയാളെ പ്രതീക്ഷിച്ചെങ്കിലും അയാൾ എത്തിയില്ല. അയാൾക്ക് എത്താൻ കഴിയില്ല. കാരണം അയാൾ തട്ടിപ്പുകാരനാണ്. തട്ടിപ്പിൻ്റെ പുറത്താണ് അയാൾ ജീവിക്കുന്നത്. പിന്നാമ്പുറത്തു കൂടി അയാൾ പലർ വഴി സ്വാധീനിച്ച് എങ്ങനെയെങ്കിലും മറുനാടിനെ ഒതുക്കാൻ ശ്രമം നടത്തി. ഭയപ്പെടുത്തലും പ്രലോഭനവും കള്ളക്കേസും ഒന്നും മറുനാടിനെ ഒതുക്കാൻ ഉതകുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞാണ് അയാൾ പിന്നാമ്പുറത്തു കൂടി ഡീലിനുള്ള ശ്രമം നടത്തിയത്. പക്ഷെ ഞങ്ങൾ സത്യം മാത്രം വിളിച്ചു പറയുന്നത് കൊണ്ട് അതിന് വഴങ്ങിയില്ല. അയാൾക്കെതിരെയുള്ള യുദ്ധം തുടർന്നു. അയാൾക്കെതിരെയുള്ള യുദ്ധം സാധാരണ മനുഷ്യർ കബളിപ്പിക്കപ്പെടാതിരിക്കാനുള്ള യുദ്ധമാണ്. ഹണി റോസിൻ്റെ കേസിൽ അറസ്റ്റിലൂടെ അയാൾക്ക് കിട്ടിയ അപ്രമാദിത്യം അല്ലെങ്കിൽ പ്രിവിലേജ് നഷ്ടപ്പെടുകയാണ്. ഇനി അയാൾ നടത്തിയ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ പതിയെ പതിയെ ലോകമറിയും. തട്ടിപ്പിലൂടെ മാത്രം ബോബി ചെമ്മണ്ണൂർ വളർത്തിയെടുത്ത ബിസിനസ് സാമ്രാജ്യം തകർന്നടിയും. അതിനുള്ള സൂചനകൾ ഇതിനോടകം പുറത്തു വന്നിരിക്കുന്നു. ഒന്ന്, ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂറിൻ്റെ NBFC ആയ, അതായത് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി, NBFC എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു NBFC അയാൾക്കുണ്ട്. നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അത് മാത്രമാണ്. ബാക്കിയെല്ലാം നിയമവിരുദ്ധമായി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ NBFC രണ്ടാം ഘട്ട NCD, നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയും. NBFCകൾക്ക് നിക്ഷേപം സ്വീകരിക്കാനുള്ള നിയമപരമായ അനുമതിയാണ് NCDകൾ. 100 കോടി രൂപ ശേഖരിക്കാൻ NCD പ്രഖ്യാപിച്ചിരുന്നു. 2022 ഒന്നാമത്തെ NCD പ്രഖ്യാപിച്ചപ്പോൾ ഞൊടിയിടയിൽ ആവശ്യത്തിന് പണം കിട്ടുകയും ഓവർ സബ്സ്ക്രിപ്ഷൻ ആവുകയും ചെയ്തു. എന്നിട്ട് ഒടുവിൽ അപേക്ഷകർക്ക് പണം തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. രണ്ടാമത്തെ NCD ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കൂടിയുണ്ട്. ജനുവരി 12-ാം തീയതിയോ 13-ാം തീയതിയാണ് അവസാനിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 50% പോലും പൂർത്തിയായിട്ടില്ല. സാധാരണഗതിക്ക് ബോബി ചെമ്മണ്ണൂറിൻ്റെ NCD പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പൂർത്തിയാവേണ്ടതാണ്. ഇക്കുറി അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതായത് 100 കോടി ശേഖരിക്കാൻ ഇറങ്ങിയ ബോബി ചെമ്മണ്ണൂറിനെ ആ ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കേണ്ടി വരും. ബോബി ചെമ്മണ്ണൂറിൻ്റെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചാൽ ഒരു ഗുണവുമില്ല, ഉറപ്പില്ലാത്ത നിക്ഷേപമാണ് എന്ന് ജനങ്ങൾ കരുതുന്നത് കൊണ്ടാണ്. NCD വളരെയധികം റിസർവ് ബാങ്കിൻ്റെ സുരക്ഷയുള്ളൊരു സംവിധാനമാണ്. പക്ഷേ ഇവരുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് BBB നെഗറ്റീവാണ്. അതായത് ഏറ്റവും മോശം റേറ്റിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ആ പണം നിക്ഷേപിച്ചാൽ അത് സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. ഈ പ്രതിസന്ധി കൂടി ഇതിനിടയിൽ വന്നതോടെ ജനങ്ങൾ പണം നിക്ഷേപിക്കാൻ മടിക്കുന്നു. അങ്ങോട്ട് പണം നിക്ഷേപിക്കാനിരുന്ന പലരും പിന്മാറുന്നു. 100 കോടി ലക്ഷ്യത്തിലെത്താൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. ഇത് വലിയൊരു സൂചനയാണ്. ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാളുടെ ഒരു കമ്പനിക്ക് NCDയുമായി രംഗത്ത് വന്നിട്ട് പണം ശേഖരിക്കാൻ കഴിയാതെ പോകുന്നത് തീർച്ചയായും വലിയ തിരിച്ചടിയായി മാറും. ഇത് മാത്രമല്ല, ഇയാളുടെ മറ്റ് തട്ടിപ്പുകളെല്ലാം ജനം തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാവും. ഇന്ന് മലയാള മനോരമയ്ക്ക് എഴുതിയിരിക്കുന്ന വ്യവസായം, ഇയാൾ വ്യവസായിയേ അല്ല, ഇയാളൊരു കച്ചവടക്കാരൻ മാത്രമാണ്. വ്യവസായം എന്ന് പറയുന്നത് സാധനങ്ങൾ ഉൽപ്പാദനം നടത്തുന്നവർ, അങ്ങനെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നവരാണ്. അല്ല, ഇയാളൊരു കച്ചവടക്കാരനാണ്, അതും കള്ളക്കച്ചവടക്കാരൻ. ഇയാൾ സ്വർണ്ണക്കട മുതലാളിയായാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇയാളുടെ സ്വർണ്ണക്കടകൾ പോലും തട്ടിപ്പാണ്. യഥാർത്ഥത്തിൽ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് പണ്ട് മുതൽ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയും ബോബി ചെമ്മണ്ണൂരും തമ്മിൽ ഒരു ബന്ധവുമില്ല, വളരെ അകന്ന ബന്ധുവാണെന്ന് മാത്രം. അവർ തമ്മിൽ കേസ് നടത്തിയതാണ്, പണ്ട് സുപ്രീം കോടതി വരെ പോയി. ഒടുവിൽ ഒത്തുതീർപ്പിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കമ്പനിയുടെ സൽപ്പേര് ഉപയോഗിച്ചാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അല്ല, ഇയാളുടേതായ രീതിയിൽ നടത്തുന്ന ഒരു തട്ടിപ്പ് സംവിധാനമാണ് സ്വർണ്ണക്കട.
ഇതിൽ ചെമ്മണ്ണൂർ ഗോൾഡ് പാലസ് എന്ന് പറയുന്ന കമ്പനിയിൽ മാത്രമേ ഇയാൾ ഡയറക്ടറായിരിക്കുന്നുള്ളൂ. ബാക്കി കമ്പനികളിലൊന്നും ഇയാൾ ഡയറക്ടർ അല്ല. വാസ്തവത്തിൽ ഇത് ജനങ്ങൾ അറിയുന്നില്ല. ഇതിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ ഇയാൾ പൈസ കൊണ്ടുപോവുക ചെയ്യുന്നത്. ഈ കമ്പനിക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ഈ കമ്പനിയിൽ പണം നിക്ഷേപിച്ചവർക്ക് പണം പോകും. ബോബി ചെമ്മണ്ണൂരൊന്നും പറ്റില്ല. ഏതാണ്ട് 9,000-ഓളം പേരാണ് ഈ സ്വർണ്ണക്കടകളുടെയൊക്കെ മുതലാളിമാർ. അവരറിയുന്നില്ല അവർ മുതലാളിമാരാണെന്ന്. LLPകൾ തുടങ്ങിയിരിക്കുന്നു. LLPകളിലേക്ക് ഇവർ നിക്ഷേപം സ്വീകരിക്കുന്നു. നിക്ഷേപം സ്വീകരിക്കുന്നവരെ അംഗങ്ങളാക്കിയിട്ട് അവരുടേത് പേരിലാണ് കമ്പനി നടന്നത്. ഈ പലപ്പോഴും പണം നിക്ഷേപിക്കുന്നവർ അവരറിയുന്നില്ല അവർ സ്വർണ്ണക്കട മുതലാളിമാരാണെന്ന്. അവർ പ്രതീക്ഷിക്കുന്നത് പ്രതിഫലമാണ്, അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കമ്പനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പണം നിക്ഷേപിച്ചവരാവും ഉത്തരവാദികൾ. ഈ സ്വർണ്ണക്കടകളൊന്നും ലാഭത്തിലുമല്ല എന്നോർക്കണം, എല്ലാം നഷ്ടത്തിലാണ്. അതായത് സ്വർണ്ണക്കട തന്നെ തട്ടിപ്പായി നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇയാൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ കമ്പനിയാണ് എന്ന് പറയുന്നു. എല്ലാവരും അങ്ങനെ കരുതുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇയാൾ എല്ലാ കടകളിൽ നിന്നും ബ്രാൻഡ് അംബാസഡർ എന്ന പേരിൽ കൃത്യമായി റോയൽറ്റി വാങ്ങുന്നു. ആ പണം അയാൾ സുരക്ഷിതമായി വിദേശത്തും മറ്റും, പ്രത്യേകിച്ച് അമേരിക്കയിലും മറ്റും നിക്ഷേപിക്കുന്നു. അങ്ങനെ അയാളുടെ ഭാഗം അയാൾ സുരക്ഷിതമാക്കി വെക്കുന്നു. കമ്പനികൾ നഷ്ടത്തിലാണ്. ഫിജി കാർട്ട് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം അയാൾ തുടങ്ങിയിരുന്നു. ഒരു മണി ചെയിൻ, പക്ക മണി ചെയിൻ കച്ചവടമാണ്. ഒരാളെ ചേർക്കുക, അതിന് താഴേക്ക് 2 പേരെ ചേർക്കുക, അങ്ങനെ മണി ചെയിനായി തുടങ്ങുക. ഇതേതാണ്ട് പൂട്ടലിൻ്റെ വക്കിലാണ്. അനേകം പേർ പരാതിയുമായി രംഗത്ത് വരുന്നു. സമരം പോലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഫിജി കാർട്ടിൽ ഇപ്പോൾ ആളെ ചേർക്കുന്നുണ്ട്, പണം ശേഖരിക്കുന്നുണ്ട്, പക്ഷേ സാധനങ്ങൾ കൊടുക്കുന്നില്ല. വലിയ തോതിൽ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഫിജി കാർട്ടിൽ ഒരു സമരം നടത്തുന്നതിൻ്റെ ഭാഗമായി ആളുകൾ കൊടുത്തിരിക്കുന്ന നോട്ടീസ് ഇതാണ്. ബില്ല് ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രോഡക്റ്റുകൾ നൽകാത്തതിനാലും ബില്ല് ചെയ്യുന്ന പ്രോഡക്റ്റുകളും അവയുടെ തുകയും ഷോപ്പിൽ ലഭ്യമാകാത്ത വിധം സോഫ്റ്റ്വെയർ കൃത്രിമം കാണിച്ചതിലും കഴിഞ്ഞ 1.5 മാസമായി കൃത്യമായി ബില്ലുകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ കസ്റ്റമർക്ക് അസഭ്യം കേൾക്കേണ്ടി വരുന്നതിനാലും ഇത്തരം കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർ പ്രതികരിക്കാത്തതിനാലും കാര്യങ്ങൾക്ക് പരിഹാരമാകാത്തതിനാലും സ്റ്റോർ ഉടമകളോട് നിരുത്തരവാദപരമായി പെരുമാറുന്നതിനാലും എഗ്രിമെൻറ്റ് പ്രകാരമുള്ള കമ്മീഷൻ തരാത്തതിനാലും ബോബി സാറും പ്രധാന ലീഡർമാരും നടന്ന മീറ്റിങ്ങിൽ പോയിന്റുകളിൽ പുരോഗതി ഇല്ലാത്തതിനാലും സ്റ്റോറുകൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തത്ര മോശം സാഹചര്യങ്ങളാണ് എന്ന് കമ്പനിക്ക് ബോധ്യമുണ്ടായിട്ടും കമ്മീഷൻ വർദ്ധിപ്പിക്കേണ്ട കാലങ്ങൾ ആവശ്യം പരിഗണിക്കാത്തതിനാലും ചാലക്കുടി സ്റ്റോർ 20 നവംബർ 2024 ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ തുറന്നു പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെയാണ് ഒരു പോസ്റ്റ്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും നടക്കുകയാണ്. ഫിജി കാർട്ടും ഏതാണ്ട് പൂട്ടലിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. അതിൽ പണം നിക്ഷേപിച്ചവർക്ക് പണം പോയി. ഏജന്റുമാർ നെട്ടോട്ടമോടുകയാണ്. മൂവാറ്റുപുഴ മലങ്കര കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിയമവിരുദ്ധമായി ഇയാൾ ഏറ്റെടുത്തിരുന്നു. തികച്ചും നിയമവിരുദ്ധമായാണ് ഏറ്റെടുത്തത്. അതിലായിരക്കണക്കിന് അംഗങ്ങളുണ്ട്. അതിൽ നടക്കുന്ന വലിയ തട്ടിപ്പ്, അതിൻ്റെ ലാഭം കിട്ടുന്നതുകൊണ്ട് അവരാരും അറിയുന്നില്ല ഈ തട്ടിപ്പ്. 100 കോടി രൂപയിലധികം കമ്പനിക്ക് നിയമവിരുദ്ധമായി വായ്പ കൊടുത്തതടക്കമുള്ള ഒരുപാട് തട്ടിപ്പുകൾ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് ഏറെ വൈകാതെ മറുനാടൻ പുറത്തുവിടുന്നതുമാണ്. ക്ലബ്ബ് ഓക്സിജൻ എന്ന പേരിൽ രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് ഹോട്ടലുകളുണ്ടെന്നും റിസോർട്ടുകളുണ്ടെന്നും പറഞ്ഞ് റോൾസ് റോയ്സിൽ യാത്ര ചെയ്തുകൊണ്ട് അതൊക്കെ ആഘോഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തട്ടിപ്പ് ബോബി ചെമ്മണ്ണൂർ നടത്തിയിരുന്നു. എന്നാൽ ഒരൊറ്റയിടത്ത് പോലും അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. എല്ലാം തട്ടിപ്പാണ്. 100 കണക്കിന് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു. ഓക്സിജൻ സിറ്റി എന്ന പേരിൽ ബോബി ചെമ്മണ്ണൂർ തൃശ്ശൂർ മണ്ണുത്തിയിൽ പ്രഖ്യാപിച്ച പ്രസ്ഥാനം പൊളിഞ്ഞുപോയതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബോബി ബസാർ എന്ന പേരിൽ 3000-ഓളം സ്റ്റോറുകൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് കുടുംബശ്രീ സ്ത്രീകളെ പറ്റിച്ചത് മറ്റൊന്നാണ്. ബോബി അറസ്റ്റ് ചെയ്ത വയനാട്ടിലെ 1000 ഏക്കർ റിസോർട്ടും വിവാദത്തിലാണ്. 1000 ഏക്കർ ഉണ്ട് എന്ന് പറയുന്നത് പോലും നുണയാണ്. 200 ഏക്കർ വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതുപോലും ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിരുന്നു. മറഡോണയുടെ പ്രതിമയുമായി ലോകകപ്പ് നടക്കുമ്പോൾ ഖത്തറിലേക്ക് പോകാൻ ജാഥ നടത്തിയ ബോബി ചെമ്മണ്ണൂർ നമ്മൾ കണ്ടു. എന്നിട്ട് അവിടെ എന്തായി? പ്രതിമ ഉണ്ടാക്കിയോ, പ്രതിമ കൊണ്ട് കൊടുത്തോ എന്നൊന്നും ആർക്കും അറിയില്ല. ബോബി ചെമ്മണ്ണൂർ നടത്തിയ ഏറ്റവും വലിയ തട്ടിപ്പ് വാസ്തവത്തിൽ ബോച്ചെറ്റിയാണ്. ബോച്ചെറ്റിയുടെ മറവിൽ അദ്ദേഹം അനധികൃതമായി ലോട്ടറി നടത്തുകയായിരുന്നു. അതിൻ്റെ പേരിൽ ലോട്ടറി വകുപ്പ് പരാതി കൊടുത്ത് പോലീസ് FIR ഇട്ടിട്ടും ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ അത്തരം വാർത്തകൾ പുറത്തു വന്നതോടെ മറുനാടൻ അത് ഏറ്റെടുത്തതോടുകൂടി ഈ ബോച്ചെറ്റി തട്ടിപ്പ് ഇടയ്ക്ക് പൊളിഞ്ഞുപോയി. 25 കോടി രൂപ ബമ്പർ സമ്മാനമുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അയാൾ നറുക്കെടുത്തിട്ടില്ല. 25 കോടി കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് ആളുകൾ ഇതിൻ്റെ ടിക്കറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കൊടുക്കാൻ അദ്ദേഹത്തിന് ഉദ്ദേശമില്ല എന്നതാണ് വാസ്തവം. എല്ലാ ദിവസവും നറുക്കെടുപ്പ് 10 ലക്ഷം സമ്മാനം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴതും നിലച്ചുപോയി. വല്ലപ്പോഴുമൊക്കെ ചില നറുക്കെടുപ്പ് നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. കോടിക്കണക്കിന് രൂപയാണ് ഈ അനധികൃത ലോട്ടറി കച്ചവടത്തിലൂടെ ബോബി ചെമ്മണ്ണൂർ സ്വന്തമാക്കിയത്. ഇത്തരത്തിൽ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒരുപാട് പ്രഖ്യാപിക്കുകയും അതിൻ്റെ എല്ലാം പേരിൽ ബോബി ചെമ്മണ്ണൂർ ആളിൽ നിന്നും പണം പിരിച്ചെടുക്കുകയും ചെയ്യുന്നു. ഒന്നും പൂർത്തിയാക്കാറില്ല. ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്യുന്ന ആൾ നമ്മുടെ നാട്ടിലില്ല. അയാൾ ഇതെല്ലാം ചെയ്യുന്നത് അയാളുടെ പേരുപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ കമ്പനികളുടെയൊക്കെ ഉത്തരവാദിത്വം സാധാരണ മനുഷ്യർക്ക്, അയാളുടെ ഡ്രൈവർമാരും ക്ലീനർമാരും ഒക്കെയാണ്
പല സ്ഥാപനങ്ങളുടെയും ഡയറക്ടർ ബോർഡിലുള്ളത്. ഇതിനെല്ലാം കുടപിടിക്കുന്ന അതിവിദഗ്ധരായ ഒരു സംഘം ഇയാൾക്കൊപ്പമുണ്ട്. ഇയാളുടെ എല്ലാ പദ്ധതികളും മണി ചെയിൻ മോഡലാണെന്ന് പറഞ്ഞല്ലോ. ഇവരൊക്കെ ആയിരിക്കും മണി ചെയിൻ മോഡലിന് മുമ്പിൽ നിൽക്കുന്നവർ. ഇവരൊക്കെ ആവശ്യത്തിലധികം പണമുണ്ടാക്കുന്നു. അതിലൊരാളാണ് ഇപ്പോൾ ഞാൻ ചിത്രം കാണിക്കുന്ന അനിൽ CP. ഇയാളുടെ ജനറൽ മാനേജറാണ്. എല്ലാ തട്ടിപ്പിനും കുടപിടിക്കുന്ന അനിൽ CP. തൊട്ടു താഴെയുള്ള ഒരു സ്വരാജ്, അയാൾ ഇടയ്ക്കിടെ ദുബായിക്ക് പോകുന്നത് പോലും കള്ളപ്പണ ഇടപാടുകൾ രഹസ്യ സൂക്ഷിപ്പുകാരനായാണ്. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അനിൽ CP മുങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ. അനിൽ CPയെ പോലെ പിടിക്കപ്പെടുമ്പോൾ സുരക്ഷിതമായി കൈയൊഴിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് പ്രമുഖർ ബോബി ചെമ്മണ്ണൂരിനൊപ്പമുണ്ട്. അവർക്കൊക്കെ അറിയാം ബോബി ചെമ്മണ്ണൂർ ഒരിക്കൽ പിടിക്കപ്പെടും, ഈ സാമ്രാജ്യം തകർന്നു വീഴും. അന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കിയാണ് അവരൊക്കെ മുമ്പോട്ട് പോകുന്നത്. എന്തായാലും തട്ടിപ്പിൻ്റെ ഉസ്താദായ ബോബി ചെമ്മണ്ണൂരിൻ്റെ തട്ടിപ്പുകൾക്ക് ഇതോടുകൂടി അറുതി വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കച്ചവടക്കാരനാണ് ബോബി ചെമ്മണ്ണൂർ.